ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്കിന്ന്. പൊട്ടാറ്റോ മാഗിയും ചീസൊക്കെ വെച്ചിട്ടാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇതിൽ ചീസ് മാഗിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ടേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പൊടികളായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് എന്നാലും ഒരു ഇത്തിരി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് അപ്പോൾ കുറച്ച് ചീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചീസ് ഉണ്ടെങ്കിലും ഒന്നുകൂടി ടേസ്റ്റി ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് നമ്മൾ ചീസും കൂടിയും വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ നീളത്തിൽ അപ്പോൾ ഇതാ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മാഗിയാണ്. ഞാനിപ്പോൾ ഈ ഒരു മാഗി ആട്ടോ എടുത്തത്. എടുക്കുമ്പോൾ നല്ല ഫ്ലേവറുള്ള മാഗിയൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ മാഗിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ടാണ് കേട്ടോ. വലിയതൊക്കെ ഉണ്ടെങ്കിൽ കൈവച്ചിട്ടൊന്ന് പൊടിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പം വേണ്ടതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദേൻ്റെ ഒരു മിക്സ് വേണം. അത് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും നമ്മൾ മാഗിൻ്റെ മസാല ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. അതിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസായിട്ട്, വല്ലാണ്ട് കട്ടിയായി പോകരുത്, ഒന്ന് ലൂസായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അതും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഓരോന്ന് ഷേപ്പ് ചെയ്ത് വെച്ചില്ലേ അത് ഇതിലും ആദ്യം മൈദേൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് മാഗിയിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, അപ്പം മനസ്സിലാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ മാഗിയിൽ നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വലിയ കുക്കിംഗ് ടൈമൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്നായി കിട്ടും. ഉരുളക്കിഴങ്ങ് വെന്തതാണല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മാഗി ഫിംഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആട്ടോ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്